ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ്സിനെ കുറിച്ചാണ്. ക്രോസോസ്റ്റെഫിയം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. നല്ല സിൽവർ കോട്ടിംഗ് ആണ് കേട്ടോ അതിൻ്റെ എല്ലാ ലീവ്സിനുള്ളത്. നല്ല ഭംഗിയാണ്. നമുക്കിത് നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുള്ളായി ആകും കേട്ടോ. കാരണം നല്ല രാത്രി കാലങ്ങൾ പോലും ഈ ഒരു സിൽവർ കളർ നമുക്ക് തിളങ്ങി കാണാം. അത്രയ്ക്കും ഭംഗിയാണ് ഈ ഒരു ചെടി. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇതിൻ്റെ ചെറിയൊരു സ്റ്റെമ്മ് മതി കേട്ടോ. നമുക്ക് ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ചെറിയൊരു സ്റ്റെമ്മ് മതി. നമ്മൾ നട്ട് കൊടുത്താൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു മണം കേട്ടോ. നല്ല സ്മെല്ലുള്ള നമ്മൾ ഈ ചെടി അങ്ങോട്ട് ചട്ടിയിൽ നിന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ ചെടിയുടെ അടുത്തേക്ക് പോയാലോ അല്ലെങ്കിൽ നമ്മൾ ഈ ചെടീൻ്റെ ഒരു സ്റ്റെമ്മ് മുറിച്ചെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടിക്ക് ഒരു കീടശല്യവും ഏൽക്കില്ല കേട്ടോ. ഒരു കീടശല്യവും ഇല്ലാത്ത അല്ലെങ്കിൽ ഈ കീടശല്യങ്ങൾ ഏൽക്കാത്തൊരു ചെടിയും കൂടിയാണ് ഈ ഒരു സിൽവർ അൾട്ടിമേഷ്യ എന്ന് പറഞ്ഞ ചെടി കേട്ടോ. ആർട്ടിമേഷ്യ ചെടി. പിന്നെ ഇതിന് ഒരു ബാംഗ്ലൂർ തുളസി എന്ന പേരുണ്ട് കേട്ടോ. കാരണം ഇതിന് ഈ ഒരു മണമുള്ളത് കൊണ്ട്. നമുക്കറിയാം തുളസി ചെടീൻ്റെ ഈ അടുത്തേക്ക് നമ്മൾ ചെന്നാലോ അല്ലെങ്കിൽ തുളസി ചെടീന് ഒരു ഇല പറിച്ചാലും നല്ല സ്മെല്ലായിരിക്കും അല്ലേ. കൃഷ്ണ തുളസി ആയാലും നമുക്ക് മറ്റ് പച്ച കളറുള്ള തുളസി ആയാലും ഒക്കെ തന്നെ നമുക്കറിയാം നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെയാണ് ഇതിന് നല്ലൊരു സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ഇത് വെക്കുന്നതിൻ്റെ ചുറ്റുപാടുള്ള ചെടികൾക്കും കൂടി കീടശല്യങ്ങളൊന്നും ഏൽക്കില്ല കേട്ടോ. അത്രയ്ക്കൊരു പ്രത്യേക ഇതുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രത്യേക നല്ലൊരു മണം കേട്ടോ ഇത് ഈ ചെടിക്ക്. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഈ ചെടി നമുക്ക് മണ്ണ് അല്ലെങ്കിൽ വെള്ളം മണൽ ഉൾപ്പെടുത്തിയിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിലാണ് ഇത് നട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ചളി പോലത്തെ മണ്ണിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ വെള്ളം വാർന്നു പോകുന്ന മണ്ണിലാണ് നട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതൊന്ന് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് സൺലൈറ്റ് ഇഷ്ടമുള്ള ചെടിയാണെങ്കിലും ഉച്ചക്കത്തെ ഡയറക്റ്റ് സൺലൈറ്റ് ചെടിക്ക് ഏൽക്കാത്തതാണ് നല്ല കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളം ഇഷ്ടപ്പെടാത്ത ചെടിയാണ്. അതുകൊണ്ട് നമ്മൾ നനവ് നോക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വളം ഇട്ട് കൊടുക്കുന്നത് ഓർഗാനിക് വളമാണ് ഇലച്ചെടികൾക്ക് ഏറ്റവും നല്ലത്. കാരണം ഇലച്ചെടികൾക്ക് നമുക്കറിയാം നമ്മൾ ചാണകപ്പൊടി അങ്ങനെയുള്ള ഓർഗാനിക് വളങ്ങളാണ് കൊടുക്കുന്നത്. അതുകൂടാതെ നമുക്കിനിപ്പോൾ ഓർഗാനിക് വളങ്ങൾ കിട്ടാത്തവർക്ക് NPK പോലെയുള്ള വളം വാങ്ങിയിട്ട് നമുക്ക് ഇലകൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചുവട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള പച്ച ചാണകം ഒക്കെ കഴിയുന്നത് നമ്മൾ പച്ച ചാണകം ഉണക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചാണക തെളി നമുക്ക് ഇതിലൊഴിച്ച് കൊടുത്താൽ ഇതിന് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ എന്തെങ്കിലും വളം കൊടുത്താൽ ഏത് ചെടി നന്നായിട്ടാകുള്ളൂ. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി നമുക്ക് ഷേപ്പാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ട്